ഹായ് ഓൾ, വെൽക്കം ടു കോമൈറ്റ് എഡ്യൂക്കേറ്റർ. ജൂനിയർ അക്കൗണ്ടൻറ്റ് സ്പെഷ്യൽ ക്ലാസ് സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ വേറൊരു PYQ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് PYQ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സെയിൽസ് ബേസ്ഡ് ഓൺ വെർബൽ അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് വിത്തൗട്ട് മെൻഷനിങ് ദ റേറ്റ് വിത്ത് ദ അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് ബയർ വിൽ പേ അറ്റ് ദി പ്രൊവൈലിംഗ് റേറ്റ് ഈസ്. ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്: സെയിൽ ബൈ ഓപ്പൺ ഓപ്ഷൻ, then Dara sale, Mogam sale, none of these. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഓരോന്നും എന്താണെന്ന് നോക്കിയിട്ട് വരാം, എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ മോഗം സെയിൽ, ഓക്കെ, അതെന്താണെന്ന് നോക്കാം. സോ ഇറ്റ് ഈസ് എൻ ഇൻഫോർമൽ ഓറൽ എഗ്രിമെൻറ്റ് യൂസ്ഡ് ഇൻ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് where crops are sold without a fixed predetermined price. The price paid is determined by the prevailing market rate on the day of delivery or based on the rates other farmers in the village received. അപ്പം ഈ മോഗം സെയിൽ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമൽ ഓറൽ എഗ്രിമെൻ്റ് ആണ്. അതായത് സെല്ലറും ബയ്യറും തമ്മിലുള്ള ഒരു ഇൻഫോർമൽ ഓറൽ എഗ്രിമെൻ്റ് ആണ്. അതായത് ഒരു പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രിവൈലിംഗ് മാർക്കറ്റ് പ്രൈസിന് എപ്പോഴാണോ ബയ്യർ മേടിക്കുന്നത് ആ സമയത്തുള്ള പ്രിവൈലിംഗ് മാർക്കറ്റ് റേറ്റിന്, അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ എല്ലാവരും കൊടുക്കുന്ന ആ ഒരു റേറ്റിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റ് ആണ് ഇത്. നോർമലി അഗ്രികൾച്ചറൽ മാർക്കറ്റിങ്ങിലാണ് വരിക. അതായത് സാധാരണ വില്ലേജിലുള്ള ഫാമേഴ്സ് എന്ത് ചെയ്യും, അവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു സെല്ലറിൻ്റെ അടുത്ത്, ഒരു ബയ്യറിൻ്റെ അടുത്ത് എഗ്രിമെൻ്റ് വെക്കുന്നതാണ് ഈ മോഗം സെയിൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ടേം അതിലുള്ളതായിരുന്നു ദാരാ സെയിൽ. A system where heaps of grain of varying qualities are sold together at a single flat rate. അതായത് ഈ ഫാമേഴ്സൊക്കെ എന്ത് ചെയ്യുന്നു, അവരുടെ അടുത്തുണ്ടാകുന്ന ഗ്രെയിൻസ്, ധാന്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ക്വാളിറ്റി ഒന്നും നോക്കാതെ ഹ്യൂജായിട്ട് ഹീപ്പായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു സിംഗിൾ ഫ്ലാറ്റ് റേറ്റിന് കൊടുക്കുന്നതാണ് നമ്മൾ ദാരാ സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേംസ് ഒക്കെ അഗ്രികൾച്ചറൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ദെൻ അടുത്തതാണ് സെയിൽ ബൈ ഓപ്പൺ ഓപ്ഷൻ. സോ ഇറ്റ് ഈസ് എ ട്രാൻസ്പെറൻറ്റ് പബ്ലിക് സെയിൽ വെർ പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് ഗ്യാദർ അറൌണ്ട് ദ പ്രൊഡ്യൂസ് അറ്റ് ദി സെല്ലേഴ്സ് ഷോപ്പ്, ഇൻസ്പെക്ട് ഇറ്റ് ആൻഡ് മേക്ക് ബിഡ്സ് ഓപ്പൺലി. അതായത് ഇവിടെ എന്ന് വെച്ചാൽ ഇതൊരു ഓപ്പൺ ഓപ്ഷനാണ്. അതായത് എന്ത് ചെയ്യുന്നു, വാങ്ങിക്കേണ്ട ബയേഴ്സൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റ് ബിഡ് ചെയ്തിട്ട് ഇൻസ്പെക്ട് ചെയ്യും, പ്രൊഡക്റ്റ് ചെക്ക് ചെയ്തിട്ട് ബിഡ് ചെയ്തിട്ട് വാങ്ങിക്കുന്നതാണ് സെയിൽ ബൈ ഓപ്പൺ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൈസ് ആരാണോ ബിഡ് ചെയ്യുന്നത് അവർക്കായിരിക്കും ആ ഒരു ഗുഡ്സ് കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഹാത്ത സിസ്റ്റം ഓർ അണ്ടർ കവർ ഓഫ് ക്ലോത്ത് എന്ന് പറയുന്നത്. സോ പ്രൈസസ് ആർ സെറ്റിൽഡ് ബൈ ദി ബയ്യർ ആൻഡ് സെല്ലേഴ്സ് ഏജൻറ്റ്. ഇവിടെ രണ്ട് പേരാണ് ഉണ്ടാവുക, ബയ്യറും സെല്ലറിൻ്റെ ഏജൻറ്റും. ബൈ ട്വിസ്റ്റിംഗ് ഫിംഗേഴ്സ് അണ്ടർ എ ക്ലോത്ത് ഹൈഡിങ് ദ പ്രൈസ് ഫ്രം അതേഴ്സ്. ഇറ്റ് ഈസ് ലാർജ്ലി ബാൻഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി. അപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു ടേം അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. അതായത് ബയ്യറും സെല്ലറിൻ്റെ ഏജൻറ്റും തമ്മിൽ നിന്നാണ് ഇവിടെ ഒരു എഗ്രിമെൻറ്റ് നടക്കുക. അവരെന്ത് ചെയ്യുന്നു, ഹൈഡ് ചെയ്ത് ബാക്കിയുള്ളവർക്ക് കാണാതെ അവരുടെ ഫിംഗേഴ്സ് വെച്ചിട്ടാണ് ഇവിടെ ട്വിസ്റ്റിംഗ് ഫിംഗേഴ്സ് അണ്ടർ എ ക്ലോത്ത്, അതായത് മറ്റുള്ളവർ അറിയാതെ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് ലാർജ്ലി ബാൻഡ് ആണ്, ബിക്കോസ് ഇവിടെ ഒരു ട്രാൻസ്പെറൻസി ഇല്ല. ബാക്കിയുള്ളവർക്കൊന്നും അറിയാൻ വേണ്ടി പറ്റില്ല എത്ര പൈസയ്ക്കാണ് കൊടുത്തത് എന്നുള്ളത്. സോ അതാണ് ഹാത്ത സിസ്റ്റം. ദെൻ നെക്സ്റ്റ് ആണ് ക്ലോസ്ഡ് ടെൻഡർ സിസ്റ്റം. സോ ഇത് ഓപ്ഷനായിട്ട് സിമിലർ ആയിട്ടുള്ളതാണ്. ബട്ട് ബയ്യേഴ്സ് സബ്മിറ്റ് ദർ ബിഡ് ഇൻ എ സീൽഡ് എൻവലപ്പ് നോട്ട് ഡിസ്ക്ലോസിങ് ദം ടു കോമ്പറ്റീറ്റേഴ്സ്. ഓപ്പൺ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് വിളിച്ചു പറയാണ്. ബട്ട് ഇവിടെ എന്താണ്, ഇവിടെ ബയ്യേഴ്സൊക്കെ ഒരു സീൽഡ് എൻവലപ്പിൽ അവരെന്ത് ചെയ്യുന്നു, ടെൻഡേഴ്സ്, നമ്മൾ നോർമലി ടെൻഡേഴ്സ് എന്ന് പറയാറില്ല, അതേപോലെ തന്നെ സീൽഡ് എൻവലപ്പിൽ കൊടുക്കുന്നു. അവർക്ക് എത്ര പൈസ കൊടുക്കാം, എത്ര പ്രൈസിന് അവർക്ക് മേടിക്കാൻ പറ്റുന്നു കൊടുക്കുന്നു. അങ്ങനെ അത് കോമ്പറ്റീറ്റേഴ്സിന് അറിയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയുള്ളതാണ് ക്ലോസ്ഡ് സെൻഡർ സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ഒരു ടേമാണ് ഡിസ്ട്രസ് സെയിൽ. സോ ഫോഴ്സ്ഡ് ബൈ ഫാമേഴ്സ് അറ്റ് വെരി ലോ പ്രൈസസ് ഡ്യൂ ടു ഇമ്മീഡിയറ്റ് ക്യാഷ് നീഡ്സ്. അതായത് ഇവിടെ ഫാർമേഴ്സ് എന്ത് ചെയ്യുന്നു, അവരുടെ പ്രോഡക്ട്സ് ഒക്കെ നോർമലി അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ആണ്, അവരുടെ പ്രോഡക്ട്സ് ഒക്കെ സെല്ല് ചെയ്യുന്നു ഫോർ ഇമ്മീഡിയറ്റ് ക്യാഷ് നീഡ്സ്, അല്ലെങ്കിൽ ലാക്ക് ഓഫ് സ്റ്റോറേജ്. ഡ്യൂ ടു ലാക്ക് ഓഫ് സ്റ്റോറേജ് അവർക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ക്യാഷ് വേണം എന്നുള്ളപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോ പ്രൈസിൽ വിൽക്കുന്നതാണ് ഡിസ്ട്രസ് സെയിൽസ് എന്ന് പറയുന്നത്. ഓഫൺ ലോവർ ദാൻ മിനിമം സപ്പോർട്ട് പ്രൈസ്. ആ ഒരു ഇതിന് കിട്ടേണ്ട ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് പോലും കിട്ടാതെ വിൽക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്ട്രസ് സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സെയിൽസ് ബേസ്ഡ് ഓൺ വെർബൽ അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് വിത്തൗട്ട് മെൻഷനിങ് ദ റേറ്റ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് ദ ബയ്യർ വിൽ പേ അറ്റ് ദി പ്രൊവൈലിംഗ്
റേറ്റ്. അപ്പം അത് മോഗം സെയിലാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത മോഗം സെയിലാണ്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.